ഹല്ലേലൂയ സ്വർഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ മുഖത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഭിക്ഷ വാങ്ങിക്കുന്ന നമ്മൾ വീട്ടിൽ വന്ന് കയറിയിട്ടൊന്നും അല്ലല്ലോ ഭിക്ഷ വാങ്ങിക്കുന്നതാണോ? അവരെന്ത് ചെയ്യുന്നു? വഴി നിന്നിട്ട് വല്ലതും തരണേ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പരാതികളെല്ലാം പറയുന്നു, അല്ലെങ്കിൽ പരാധീനതകളെല്ലാം പറയുന്നു. പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നു. ഇതുപോലെ ഒരു ബന്ധമേ ഇന്ന് നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും ദൈവമായിട്ടുള്ളൂ. അവർ വരുന്നത് എന്തിനു വേണ്ടിയാ? വരുന്നത് അവരുടെ പരാധീനതകളുമായിട്ടാണ്. സഭായോഗത്തിന് വരുന്നത് പോലും പരാധീനതകളുമായിട്ടാണ്. എന്നിട്ട് പരാധീനതകൾ പറഞ്ഞ് കർത്താവേ എന്നെ നീ സഹായിച്ചാലേ പറ്റുള്ളൂ, വേറെ ആരെ സഹായിക്കാൻ എന്നൊക്കെ ഒരു 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 ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് മിക്കവരും സഭായോഗത്തിന് വരുന്നത്. എന്നിട്ട് വല്ലതും കിട്ടുന്നത് കൊണ്ട് നല്ല ദൈവമാണ് കേട്ടോ, വേണേ അടുത്ത ആഴ്ച, കഴിഞ്ഞ ആഴ്ച കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു. അവൻ നല്ലവനും വല്ലഭനുമാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല, അത് വേറെ കാര്യം. പിന്നെ അവന് നല്ലവനും വല്ലഭനും ആകാൻ പറ്റുള്ളൂ. കർത്താവിനിപ്പോൾ ചതിയനും വഞ്ചകനും ഒന്നും ആകാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? പറ്റത്തില്ല. അവൻ നല്ലവനും വല്ലഭനുമാണ്. പക്ഷേ അവൻ നല്ലവനാണ് എന്നുള്ളത് നമുക്ക് കർത്താവ് തരുന്ന ഭിക്ഷ വാങ്ങിച്ചോണ്ടല്ല പറയേണ്ടത്. എങ്ങനെയാണ്? അവൻ്റെ ഭവനത്തിൽ അബാ എന്ന് വിളിച്ചോണ്ട്. പുത്രത്വം എന്ന് പറയുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം അല്ലാതെ മാറി നിന്ന് എന്താണ് ഭിക്ഷ യാചിക്കുന്ന ഒരു മനോഭാവത്തോടുകൂടെ മാത്രമല്ല. നമുക്ക് എന്താണ് തലേ കയറാനെ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്താണ് മക്കൾ എന്നുള്ള ഫ്രീഡം. മക്കളാരും അപ്പൻ്റെ തലേ കയറിയൊന്നും അല്ലല്ലോ, ഒന്നുമല്ല. പക്ഷെ ആ ഫ്രീഡം വേണം. ആൻഡ് അഡോപ്ഷൻ ഈസ് അതോറിറ്റി. അതുകൊണ്ട് ഇവിടെ നമ്മൾ മക്കൾ എന്നുള്ള അധികാരവും ഉപയോഗിക്കുകയാണ്. മക്കളുടെ സ്വാതന്ത്ര്യമുണ്ട്, മക്കളുടെ അധികാരവുമുണ്ട്. ഞാൻ എൻ്റെ പിതാവിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മക്കൾക്ക് എന്നെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. എൻ്റെ പേരിൽ ഒരാളുടെ അടുത്ത് എന്ന് സംസാരിക്കാൻ അവകാശമുണ്ട്. ഇപ്പം എൻ്റെ മോള് ഒരു സ്ഥലത്ത് നിന്ന് പറയാണ് മൈ ഫാദർ സെറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ചെന്ന് പറയാം. ഒരു ജോലിക്കാരൻ ചെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം 2 വട്ടം ആലോചിച്ചിട്ടായിരിക്കും അയാൾ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ മകനോ മകളോ ചെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. കാര്യം എന്താണ്? അവനറിയാം ഈസ് എ സൺ. ഈ അതോറിറ്റി നമുക്കുണ്ടാകണം. അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ മക്കളായതുകൊണ്ട് നമുക്ക്, ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഗിഫ്റ്റ് കിട്ടുന്ന കാര്യമല്ല. നീ പ്രാർത്ഥിക്കും, നീ ദൈവത്തിന് മകനാണെങ്കിൽ നിനക്ക് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് എന്തും തരും. അതല്ല അധികാരം എന്ന് പറയുന്നത്. മക്കൾക്ക് മാത്രമല്ല കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മക്കൾക്ക് മാത്രമല്ല കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ജോലിക്കാർക്കൊക്കെ നമ്മൾ എന്തെല്ലാം അവരുടെ പിള്ളേരുടെ ഫീസ് ചിലപ്പോൾ കൊടുത്തുന്നിരിക്കും, ചിലപ്പോൾ അവർക്ക് വീട് പണിത് കൊടുത്തുന്നിരിക്കും. അതെല്ലാം നമ്മൾ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ മക്കൾക്കുള്ള അധികാരം അവർക്ക് ഇല്ല, മക്കൾക്കുള്ള സ്വാതന്ത്ര്യം ഇല്ല. എന്നാൽ അതേസമയം അഡോപ്ഷൻ ഈസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി. അഡോപ്ഷൻ ഫ്രീഡമാണ്, അഡോപ്ഷൻ അതോറിറ്റിയാണ്. പക്ഷെ അഡോപ്ഷൻ ഈസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി. അതും കൂടെ മനസ്സിലാക്കണം. ഞാൻ മകനാണെങ്കിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ ഭവനത്തിലൊരു വിസിറ്റർ വന്നു കഴിഞ്ഞിട്ട് അവരിടപെടുന്ന പോലെ ആയിരിക്കത്തില്ല എൻ്റെ മക്കൾ ഇടപെടുന്നത്. എൻ്റെ ഭവനത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ബൾബ് മാറ്റിയിടാനുണ്ടെങ്കിൽ ഒരു വിസിറ്റർ വന്നിട്ട് ചിലപ്പം ബൾബ് മാറ്റിയിടത്തില്ല. പക്ഷെ പിള്ളേരാണെങ്കിൽ എന്ത് ചെയ്തെന്നിരിക്കും? ബൾബ് മാറ്റിയിടും. എന്തുകൊണ്ട്? ബിക്കോസ് അവർക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വിസിറ്റിന് വരുന്ന ആൾ ചിലപ്പം എല്ലാം വൃത്തിയാക്കിയെടുത്തില്ലായിരിക്കും. ഇന്ന് സഭകളിൽ പലരും വരുന്നത് വിസിറ്റേഴ്സായിട്ടാണ്. അതുകൊണ്ടെന്താ? വന്ന് കാപ്പി കുടിച്ചേച്ച് പോകുന്നു. പക്ഷെ ഇഫ് യു ബിലോങ് ടു ദ ചർച്ച്, ഇഫ് യു ട്രൂലി ഫീൽ ദാറ്റ് യു ആർ എ സൺ, നിങ്ങൾക്ക് എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചർച്ചിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലാതെ വന്ന് പാട്ടുപാടി കിട്ടാനുള്ളത് അല്ലെങ്കിൽ കുറച്ച് സന്തോഷിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയുള്ളതല്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ അഡോപ്ഷൻ ഈസ് ഫ്രീഡം,
Adoption is authority, adoption is responsibility, and adoption is also assurance of inheritance. വരാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശം എനിക്കുണ്ടെന്നുള്ള അഷ്വറൻസും കൂടെയാണ് അഡോപ്ഷൻ തരുന്നത്. When I adopt a child, naturally what happens? നമ്മൾ ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ചില്ലറ കാര്യമല്ല. ഇന്ന് ശരിക്കും അത് ഒട്ടും ചില്ലറ കാര്യമല്ല. ഞാനൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ അധികാരം ആർക്കുണ്ട്? ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന ആ കുഞ്ഞിന് ഉണ്ട്. അപ്പം ഒരു അഡോപ്ഷനിൽ ഒരു അഷ്വറൻസ് ഉണ്ട്. എന്ത്? സ്വത്തിൻ്റെ അവകാശം അവർക്കുണ്ടെന്നുള്ളത്. അതുപോലെ when I am adopted as a child of God, naturally I know that I have the inheritance, I have the assurance of my coming inheritance. വരാൻ പോകുന്ന ആ അവൻ്റെ മഹിമാധനം ഇല്ലേ? അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1:11 നമ്മൾ വായിക്കുന്ന ഭാഗം, അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. അവകാശവും പ്രാപിച്ചു, ഇൻഹെറിറ്റൻസും പ്രാപിച്ചു എന്നാണ് അതിൻ്റെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 6-ാമത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവകാശം പ്രാപിച്ചു. 6-ാമത് 3-ാമത്തെ വാക്യം വായിക്കുന്ന 3-ാമത്തെ വാക്യത്തിലുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. സോ വെൻ വി ആർ ചിൽഡ്രൻ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമുക്കവൻ നൽകിയിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സമയമനുസരിച്ച് വിശദീകരിക്കാം. ഓൾ ദി സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും അവൻ എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ബ്ലെസ്സഡ് ബി ദ ഗാഡ് and the Father of our Lord Jesus Christ, who hath blessed us with all the spiritual blessings in heavenly places in Christ. Spiritual blessings. അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് ഈ ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വേദന കൊണ്ടങ്ങ് പറയുന്നതാണ്. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇന്ന് വാസ്തവത്തിൽ സഭകളിൽ സംസാരിക്കുന്നില്ല. പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യം, തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അലേർട്ടായിരിക്കണം ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുന്നതിനെയും. തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും ദാറ്റ് ഈസ് റോങ്, വാട്ട് ഹി സെഡ് ഈസ് റോങ്, അവൻ ദുരുപദേശമാണ്. പക്ഷേ ശരിയായ കാര്യം പഠിപ്പിക്കാതിരിക്കുന്നവൻ മനഃപൂർവ്വം, അതും പ്രത്യേകിച്ച് മനഃപൂർവ്വമാണെങ്കിലും. ഇതേപോലെ നോ വൺ ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ഒരു സഭയിലും ഇന്ന് ആത്മീക അനുഗ്രഹങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതേയില്ല. എന്നാൽ അവൻ നമ്മളെ ദത്തെടുത്ത് അവൻ്റെ മക്കളാക്കിയിരിക്കുകയാണെങ്കിൽ അവൻ നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ. സോ ലെറ്റ് ദീസ് പീപ്പിൾ, അത് മനുഷ്യൻ മനസ്സിലാക്കണം, അറിയണം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ അവന് നൽകിയിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ മാത്രമല്ല നമുക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും ആത്യന്തികമായി 23-ാമത്തെ വാക്യത്തിൽ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക്, അതിന് 22-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? അവനെ. ആരെ? യേശുക്രിസ്തുവിനെ സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി ആ ക്രിസ്തുവിനെ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം മാത്രമല്ല നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തോടെ തന്നിട്ടുണ്ട്? അല്ലെങ്കിൽ ആരെ കൂടെ തന്നിട്ടുണ്ട്? യേശുവിനെ തന്നെ ഇങ്ങ് തന്നിരിക്കുക. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ബിക്കോസ് വി ആർ അഡോപ്റ്റഡ് ആസ് ചിൽഡ്രൻ. നമ്മൾ മക്കളായിട്ട് നമ്മളെ വീണ്ടെടുത്ത് ദത്തെടുത്തിരിക്കുന്നത് കൊണ്ട് വി ഹാവ് ഓൾ കൈൻഡ് ഓഫ് എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് വി ഹാവ് ഫ്രീഡം ബിക്കോസ് വി ആർ ചിൽഡ്രൻ, വി ഹാവ് അതോറിറ്റി ബിക്കോസ് വി ആർ ചിൽഡ്രൻ, we have responsibility because we are children, and we have the assurance of our inheritance because we are children. എന്നാൽ അതേപോലെ തന്നെ അവൻ എന്തും തന്നിരിക്കുന്നു? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നു. ആത്യന്തികമായി അവനെ തന്നെ തന്നിരിക്കുന്നു.
എന്തൊരു മഹനീയമായ അവസ്ഥയാണിത്! എന്തൊരു മഹനീയമായ അവസ്ഥ! ആ ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ എന്താണെന്നറിയാമോ? നമ്മൾ അവനോട് ഒന്നാവുകയാണ്. വി വിൽ ടോക്ക് അബൌട്ട് ലേറ്റർ. അവനോട് ഒന്നാവുകയാണ്. അങ്ങനെ വരാൻ പോകുന്ന ആ ലോകത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും ഒന്നായി തീരുന്നതിൻ്റെ പ്രിപ്പറേഷൻ നമ്മുടെ ഉള്ളിൽ തരുന്നതിന് ഹി ഹാസ് ഗിവൺ അസ് ദ ഹോളി സ്പിരിറ്റ്. മോളി പറയുന്നുണ്ട്, നമുക്ക് പരിശുദ്ധാത്മാവിനെ അവൻ അച്ചാരമായിട്ട് നൽകിയിരിക്കുന്നു, യേശുക്രിസ്തുവിനെ തന്നിരിക്കുന്നു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു, യേശുവിനെ തന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അന്നത്തെ ആ മഹാസംരംഭത്തിന് ഇപ്പോഴേ പ്രിപ്പറേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ആത്മാവും ക്രിസ്തുവും എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എപ്പോഴും എന്നെ ഓർപ്പിക്കുന്ന കാര്യം, ഇതൊക്കെ തുടക്കമേ ആയിട്ടുള്ള മക്കളെ. എന്താ? വരാൻ പോകുന്ന ആ ലോകത്തിൽ എൻ്റെ ഒന്നാമത്തെ വരവിൽ തന്നെ നിനക്ക് ഇതൊക്കെ കിട്ടി. പക്ഷെ എൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായി നമ്മളങ്ങ് നിറച്ചിട്ട് പറയുകയാണ്. ഇതൊക്കെ ഈ നിറച്ചിട്ടും പറയുന്നത് എന്താ? ഒന്നും ആയിട്ടില്ല. എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ വരാൻ പോകുന്ന ലോകത്തിൽ എന്താ? സ്വർഗത്തിലും ഭൂമിയിലും സകലതും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ഒരു മഹാസംരംഭം. സ്വർഗസപിതാവേ, ഞങ്ങൾ ഒരിക്കലൂടെ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ മുൻ നിയമിച്ചു. നിൻ്റെ മുന്നറിവിനാലാണ് നീ ഞങ്ങളെ മുൻ നിയമിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ കർത്താവേ, നിൻ്റെ മുൻ നിയമനമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിനെ ഒരിക്കലും എത്തിപ്പിടിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയുടെ മുഴുവൻ കാരണം നീയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി ഞങ്ങളെ വീണ്ടെടുത്ത നിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഭൂമിയിലെ സർവവും സകലവും കർത്താവേ, നിന്നെ അനുസരിച്ച് നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ഞങ്ങളെയും അതിൻ്റെ ഭാഗമായി നീ ഒന്നാക്കിയിരിക്കുന്ന നിന്റെ കൃപയ്ക്കായി സ്തോത്രം. അത് ഈ ഭൂമിയിൽ തന്നെ ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, അതേപോലെ കർത്താവേ, വരാൻ പോകുന്ന മഹാസംരംഭം അതിനുള്ള പ്രിപ്പറേഷൻ എന്ന നിലയിൽ നീ ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കുന്നതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അതിനുവേണ്ടി നീ ചെയ്തത് എന്തെന്ന് ഞങ്ങൾ പഠിച്ചല്ല കർത്താവേ. നീ ഞങ്ങളെ മുൻ നിയമിച്ചു, നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു. നീ ഞങ്ങളെ തിരഞ്ഞെടുത്തത് മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാകേണ്ടതിന് വില കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുത്തു. നിന്റെ പുത്രനെ നൽകി, നിന്റെ രക്തത്താൽ ഞങ്ങളുടെ അതിക്രമങ്ങളെ മോചിച്ച് ഞങ്ങളുടെ കൈ പിടിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്ത് ഈ സംസർഗം ഒരു യാഥാർത്ഥ്യമാക്കിയതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടെടുപ്പില്ലായിരുന്നുവെങ്കിൽ സംസർഗം സാധ്യമല്ലായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കർത്താവേ. അതെല്ലാം നിന്റെ പദ്ധതി. ഹല്ലേലൂയ. തന്നെയല്ല കർത്താവേ, ഞങ്ങളെ വീണ്ടെടുത്ത് വഴിയിൽ വിടുകയല്ല, പ്രത്യുത ഞങ്ങളെ വീണ്ടെടുത്ത് യേശുവേ നിന്റെ മക്കളാക്കി ദത്തെടുത്ത നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ആ ദത്തെടുപ്പ് ഞങ്ങൾക്കൊരു അവകാശം നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവേ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകുക മാത്രമല്ല, ആത്യന്തികമായി കർത്താവേ, നിന്നെ തന്നെ ഞങ്ങൾക്ക് നൽകിയ നിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇത്രയുമൊക്കെ ഞങ്ങൾക്ക് തന്നിട്ട് കർത്താവേ, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകുവാൻ ഇടയാക്കരുത് എന്ന് ഞങ്ങൾ ഒരിക്കലൂടെ അപേക്ഷിക്കുന്നപ്പാ. കർത്താവേ, നിന്റെ അവകാശത്തിൻ്റെ അഷ്വറൻസ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. കർത്താവേ, നിന്റെ ഫ്രീഡം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ സ്വാതന്ത്ര്യം, മക്കളായിട്ട് അബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. സ്വാതന്ത്ര്യം മാത്രമല്ല, പുത്രത്വം തീർച്ചയായും ഉത്തരവാദിത്വമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഉത്തരവാദിത്വത്തോടെ നിന്നെ സേവിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണം. കർത്താവേ, നിന്റെ വരവ് സമാഗതമായിരിക്കുന്ന ഈ കാലയളവിൽ നിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം അതിനുവേണ്ടി നോക്കി പാർത്തിരിക്കുവാൻ, അതിനുവേണ്ടി ഞങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കായി സ്വപുത്രനെ തന്നവൻ
തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ട സ്വർഗം വീട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ട് സ്വർഗം വീട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ, സ്വർഗത്തിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ, എന്നത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, സ്വർഗത്തിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ, എന്നത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. പേർക്കായി യാഗമൃഗമായവൻ എന്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടും താണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എന്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടും താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ, സ്വർഗത്തിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ, എന്നത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, സ്വർഗത്തിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ, എന്നത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെന്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. വ്യസനപുത്രനായിരുന്ന ഒരു യബ്ബേസിന്റെ അതിരുകൾ വിശാലമാക്കിയോ? ഇസ്ഹാക്കിനായി ആട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? വ്യസനപുത്രനായിരുന്ന ഒരു യബ്ബേസിന്റെ അതിരുകൾ വിശാലമാക്കിയോ? ഇസ്ഹാക്കിനായി ആട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി
കരുതാതിരിക്കുമോ? Hallelujah.